ഇതിങ്ങനെ ടെസ്റ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് ഭയങ്കര ഹറാമായിട്ടുള്ള കാര്യമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് പണ്ട് ഞാനൊരു കേൾക്കുന്നു എങ്ങനെ ടി വി ഉള്ള അതല്ല ടി വി ഉള്ള വീട്ടിലേക്ക് റഹ്മത്തിന്റെ മൽക്ക് കേറൂല എന്നൊക്കെ ഞാന് കേൾക്കലുണ്ടായിരുന്നു. പക്ഷെ മനുഷ്യരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യയുടെ മൂത്രം അത് കൃത്യമായി എടുത്ത് പ്രഗ്നൻസി കാർഡ് വെക്കുക, രണ്ടുപേരെ വീണു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ടി ടി ഫാമിലി കുറച്ച് വിവാദത്തിലാണ്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് വെറൈറ്റി മീഡിയയിൽ ഇന്റർവ്യൂ തന്നെയാണ് വിഷയം. ഞാൻ ആദ്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കും, വേറെ ഒന്നുമില്ല. പ്രത്യേകിച്ച് എനിക്ക് ഫാമിലി വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ തുമ്പിയും തൂറയും കാര്യം എടുത്ത് കാണിക്കുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ടി ഫാമിലി ഒരു പ്രഗ്നൻസി റിലേറ്റ് ആയിട്ട് മറ്റേ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് എടുത്ത് കാണിക്കുന്നതൊക്കെ കണ്ട് എനിക്ക് അങ്ങനത്തെ പരിപാടി ഇഷ്ടമല്ല. ഞാൻ അങ്ങനത്തെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് അവർക്ക് ചെയ്യാൻ പാടില്ലെന്ന് നമുക്ക് ആർക്കും പറയാനുള്ള റൈറ്റ്സ് ഇല്ല. പക്ഷെ ആ ചെയ്തതിൽ ഉടായ്പ പരിപാടി കാണിച്ച് ചെയ്തതിനാണ് നമ്മൾ അന്നത്തെ വീഡിയോയിൽ ചൂണ്ടിക്കാണിച്ചത്. കള്ളത്തന്നെ ഫേക്ക് കണ്ടന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അത് ചൂണ്ടിക്കാണിച്ചു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പം അങ്ങനെ ടി ഫാമിലി ഈ പ്രഗ്നൻസി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ ഒരു വീഡിയോ ഒക്കെ ഇട്ട് അതിനുശേഷം ഇന്റർവ്യൂ കൊടുക്കുന്നു. അതിനുശേഷം ഒരു ഉസ്താദ് ഇത് കണ്ടങ്ങ് കുരു പൊട്ടി വിഷയമാക്കി. എന്തായാലും ആ വീഡിയോ ഞാൻ കൊടുക്കാം. വെറൈറ്റി മീഡിയയിൽ ആദ്യം ഈ ടി ഫാമിലി ടീം പറയും, നമുക്കൊന്ന് കേൾക്കാം. ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് ഭയങ്കര ഹറാമായിട്ടുള്ള കാര്യമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് പണ്ട് ഞാനൊരു കേൾക്കുന്നു എങ്ങനെ ടി വി ഉള്ള അതല്ല ടി വി ഉള്ള വീട്ടിലേക്ക് റഹ്മത്തിന്റെ മൽക്ക് കേറൂല എന്നൊക്കെ ഞാന് കേൾക്കലുണ്ടായിരുന്നു. പക്ഷെ ആ വാവ് ഞാൻ കേട്ടത് ഒരു ടി വിന്നാ, ഒരു വാന്നാ കേട്ടത്. ഇത് ബാക്കിയുള്ള മൊത്തം ആൾക്കാരെ ഇതാക്കി പറയല്ലോ കേട്ടോ. പക്ഷെ അങ്ങനെ കുറച്ച് അതെ കുറച്ച് ആൾക്കാരുണ്ടാവും ഇതിനെ കുറിച്ച് ഇതെന്താന്നൊന്നും അറിയാണ്ട് വലിയ വേറെ രീതിയിൽ മൈൻഡ് കാണുന്ന ആൾക്കാർ. അങ്ങനത്തെ ആൾക്കാർ അങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും, അതല്ലാതെ പക്ഷെ ആരെയും എതിർത്ത് പറയാം. നമ്മുടെ ഷമീൻ ഷഫീയും കൂടി ഇരുന്ന് ടി വിയുടെ ഒരു കേസ് പറയുന്നുണ്ട്. ടി വിയുടെ കേസ് അവിടെ നിൽക്കട്ടെ, അതാദ്യം നമുക്ക് ചവിട്ടി നിർത്താം, നമുക്ക് അതിലോട്ട് വരാം. കാരണം ആ വിഷയത്തിന് ഒരു ഉസ്താദ് വളച്ചൊടിച്ച് വേറെ രീതിയിലൊക്കെ കൊണ്ടുപോകുന്നു. പിന്നെ ഇവിടെ ഷമീൻ ഷഫീം ഒരിക്കലും ഒരു ഉസ്താദിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒരാൾ ഇന്നയാളെ ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ടില്ല. ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ചില ആൾക്കാർ അങ്ങനത്തെ രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട്. അത് തന്നെയാണ് ഷമി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ, ഫൈൻ. പക്ഷെ ഞാൻ ഇപ്പോഴും പറയും, ഈ പ്രഗ്നൻസി ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് എടുത്ത് കാണിക്കുന്നത്, പ്രസവം നടക്കുന്നതൊക്കെ നാട്ടുകാരെ കാണിച്ചുകൊണ്ട് വീഡിയോ ഇടുന്നതിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. പിന്നെ ഈ പ്രസവം ഇതുപോലത്തെ കണ്ടന്റുകൾ ഫാമിലി വ്ളോഗേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ മില്യൺ വ്യൂസാണ്, ഷോർട്ട് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ അവർക്ക് അതൊരു ആഘോഷ രാവുകളാണ്. മറ്റൊരു വ്യക്തി ഈ വിഷയവുമായി റിലേറ്റ് ആയിട്ട് പറയാൻ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ ടി ഫാമിലി എന്ന് പറയുന്ന ഈ ഭാര്യയും ഭർത്താവും കൂടി ഇവർ ഉസ്താദുമാരെ വളരെയധികം പരിഹസിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തുകയുണ്ട്. അവര് ഉസ്താദുമാരെ ആരും അങ്ങനെ ചൂണ്ടിക്കാണിച്ച് പരിഹസിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് കൂട്ടത്തിൽ പറഞ്ഞു പോയെന്നുള്ളൂ. അത് പൊള്ളിയിട്ടുണ്ടെങ്കിൽ അവനവൻ അങ്ങനത്തെ പരിപാടി കാണിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കണം, അല്ലെ അങ്ങനെ ചില പറഞ്ഞത് കൊണ്ടായിരിക്കണം പൊള്ളാനുള്ള ചാൻസ്. അതവിടെ നിൽക്കട്ടെ. മറ്റൊരു ഉസ്താദ് ഈ വിഷയവുമായി റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കതൊന്ന് കേട്ടു നോക്കാം. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇത് ടെസ്റ്റ് ചെയ്യുന്നത് ഹറാമാണ്, ചെയ്യാൻ പാടില്ല. ഏത് ടെസ്റ്റ് ചെയ്യുന്നതാ? ഇത് ടെസ്റ്റ് ചെയ്യുന്നതാ? ഇത് സോഷ്യൽ മീഡിയയിൽ ടെസ്റ്റ് ചെയ്യുന്ന സാധനമല്ലല്ലോ. മൂത്രം സാധാരണ ലാബിൽ കൊടുത്ത ടെസ്റ്റ് ചെയ്യൽ. സോഷ്യൽ മീഡിയയിൽ ടെസ്റ്റ് ചെയ്യുന്നത് ഹറാമാണെന്ന് ആരെങ്കിലും പറഞ്ഞു? അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. ഞാനിപ്പോ കേൾക്കുക സോഷ്യൽ മീഡിയ ടെസ്റ്റ് ഇത് ചില ഒന്ന് രണ്ട് കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ടെസ്റ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് ഭയങ്കര ഹറാമായിട്ടുള്ള കാര്യമാണ്. അത് മൂത്രം, ഭാര്യയുടെ മൂത്രം ഇങ്ങനെ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്തിട്ട് അത് നാട്ടുകാരെ മൊത്തം കാണിച്ചപ്പോൾ ആരെങ്കിലും ഹറാമാണെന്ന് പറഞ്ഞതാണ്. അത് കാര്യമാക്കേണ്ടത്. നമ്മളപ്പോൾ ആധുനിക മനുഷ്യന്മാരുണ്ടല്ലോ, ഇതൊക്കെയല്ലേ നമ്മുടെ ആധുനികതയുടെ അടയാളങ്ങൾ. നമ്മളത് 6-ാം നൂറ്റാണ്ടിൽ ആരെന്തൊക്കെ എന്തൊക്കെ പറയും, നമ്മളത് കാര്യമാക്കണ്ട. വർത്തമാന കാലഘട്ടത്തിൽ പുരോഗതിയുള്ള മനുഷ്യരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യയുടെ മൂത്രം അത് കൃത്യമായി എടുത്ത് പ്രഗ്നൻസി കാർഡ് വെക്കുക, രണ്ടുവരെ വീണോ അല്ലെങ്കിൽ ഒരു വരെയാണോ എന്നൊക്കെ നമ്മൾ നാട്ടുകാരെ കാണിക്കുക. അതുപോലെ തന്നെ ഭാര്യ പുട്ടുണ്ടാക്കുമ്പോഴും പുട്ടുകൂടത്തിൽ തള്ളി ഇങ്ങനെ അങ്ങോട്ട് കയറ്റുമ്പോഴും ഒക്കെ നമ്മൾ ചെയ്യുക. വിവിധ ഭാഗത്തുനിന്ന് അത് ഷൂട്ട് ചെയ്തിട്ട് ഭാര്യനെ കാണിക്കുക, ചോറെടുത്ത് അണ്ണാക്കിൽ വെച്ച് തിരികെ കൊടുക്കുന്നത്, ഇതെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്യും. ഇതൊക്കെ ആധുനിക പുരോഗതിയുള്ള മനുഷ്യന്മാരുടെ അടയാളങ്ങളാണ്. അതിന്റെ താഴേക്ക് ആരെങ്കിലും ഒന്ന് ഹറാമാണെന്ന് പറഞ്ഞാൽ നമ്മളത് എനിക്ക് സത്യം പറഞ്ഞാൽ ഉസ്താദ് പറഞ്ഞിട്ട് മൊട്ട ചിരിയാണ് വന്നത്. അങ്ങനെ നല്ലോണം ഊക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ആധുനികത എന്ന് പറഞ്ഞിട്ട് എന്ത് നാറിയ പരിപാടിയാണ് ചില ടീംസ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സീരിയസ്ലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പ്രഗ്നൻസി ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നാട്ടുകാരെ എടുത്ത് കാണിക്കുന്നു. എന്തുവാ ഇത്? എനിക്കും പേഴ്സണലി അതൊന്നും താല്പര്യമില്ല. പിന്നെ അത് അവരുടെ ഇഷ്ടമാണ്, അവർക്ക് എന്ത് വീഡിയോ എങ്ങനത്തെ വീഡിയോ ഇടണമെന്ന്. അതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് പറയും ചെയ്യും. ഇപ്പൊ ഈ ഉസ്താദ് ഈ ഒരു കേസിൽ പറഞ്ഞതിൽ അങ്ങേര് നൈസായിട്ട് അങ്ങ് ഊക്കി ആധുനികതയുടെ വേറെ ലെവലെന്ന് പറഞ്ഞു നൈസായിട്ട് അങ്ങനെ ഊക്കി. പിന്നെ ഉസ്താദ് ഒന്ന് മനസ്സിലാക്കണം, അവർക്ക് ലക്ഷക്കണക്കിന് എമൗണ്ട് കിട്ടുന്നത് ഈ ഒരു കണ്ടന്റില്ല. പ്രഗ്നൻസി അങ്ങനത്തെ വിഷയം വരുമ്പോഴേ അവർക്ക് നല്ല ചക്ക ചോളമല്ല പൈസ വീഴുന്നത്. നമ്മളങ്ങനെ ഇങ്ങനെയൊക്കെ ഇരുന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ? ഇല്ല.
അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് പണ്ട് ഞാനത് കേൾക്കാനും എങ്ങനെ TV ഉള്ള TV കണ്ടാൽ നരകത്തിൽ പോകുന്നാരും പറഞ്ഞിട്ടില്ല. ടിവിയുടെ ഉള്ളിൽ സംപ്രേഷണം ചെയ്യപ്പെടുന്ന തോന്നിവാസങ്ങൾ കണ്ടാൽ നരകത്തിൽ പോകുന്നു പറഞ്ഞിട്ടുണ്ടാവും. പതുക്കെ തള്ളി വിടറേ, ഞങ്ങൾ ഈ കാലമൊക്കെ കഴിഞ്ഞിട്ട് വന്നതാ. അതല്ല, TV ഉള്ള വീട്ടിലേക്ക് റഹ്മത്തിന്റെ മൽക്ക് കേറൂല എന്നൊക്കെ ഞാന് കേൾക്കലുണ്ടായിരുന്നു. പക്ഷെ ആ വാവ് ഞാൻ കേട്ടത് TV ഫ്രഷ് സാധനം. എന്റെ പൊന്നെണ്ണ, നിങ്ങൾ വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഞങ്ങൾ ആരും അതിനകത്ത് ഇടപെടാറില്ല, ഒരഭിപ്രായം പറയാറുമില്ല. ആരെങ്കിലുമൊക്കെ നരമ്പ് രോഗികൾ വന്ന് നിങ്ങളുടെ കമന്റ് ബോക്സിൽ എന്തെങ്കിലും പറയുന്നതിന് അത് മൊത്തവൽക്കരിച്ചുകൊണ്ട് കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിയാക്കന്മാരെ താറടിച്ച് കാണിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. പഴയ കാലത്ത് TV ഉള്ള വീട്ടിൽ റഹ്മത്തിന്റെ മലക്കിറങ്ങൂല, അല്ലെങ്കിൽ TV കാണൽ ഹറാമാണെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ്? ഇതൊക്കെ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകും. അവനവൻ ചെയ്യുന്ന തോന്നിവാസങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി അതിന് മറുവശം കാണുക എന്ന ഏർപ്പാടാണിത്. അതൊരു കുതന്ത്രം മാത്രമാണ്. പഴയ കാലത്ത് നമ്മൾ TV കാണുന്ന സമയത്ത് നമുക്ക് ചോയ്സ് ഇല്ല, സംപ്രേഷണം ചെയ്യപ്പെടുന്ന സാധനം മാത്രം കാണാൻ നമുക്ക് നിർവാഹമുള്ളൂ. ഇന്ന് അങ്ങനല്ല, ചോയ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വാർത്തകൾ കാണാം, അതുപോലെ ലോകസഞ്ചാരികളുടെ വ്ളോഗുകൾ കാണാം, പ്രഭാഷണങ്ങൾ കേൾക്കാം, നല്ല നല്ല ആക്ടിവിറ്റീസുകൾ കാണാം, വിവിധ രാജ്യങ്ങളുടെ അവിടെ താമസിക്കുന്ന മനുഷ്യന്മാരുടെ ഭക്ഷണ വൈവിധ്യത്തെക്കുറിച്ചൊക്കെയുള്ള വ്ളോഗുകളൊക്കെ നമുക്ക് കാണാം. ഇന്ന് നമുക്കതിനുള്ള ചോയ്സ് ഉണ്ട്. ഒരു ചാനലിൽ മോശപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലത് കാണാനുള്ള ചോയ്സ് ഉണ്ട്. പഴയകാലത്ത് അങ്ങനല്ല. ഒന്നിലേക്ക് TV ഓഫാക്കി പോകണം, അല്ലെങ്കിൽ അവിടെ സംപ്രേഷണം ചെയ്യപ്പെടുന്ന സിനിമ എങ്കിൽ സിനിമ അതിൽ മോശം സീനാണെങ്കിലും അതങ്ങനെ കാണാൻ നമുക്ക് മാറ്റാനുള്ള യാതൊരു നിവൃത്തിയില്ലായിരുന്നു, ചോയ്സ് ഇല്ലായിരുന്നു. ഇന്ന് അങ്ങനല്ല. ഇന്ന് നമുക്ക് യഥേഷ്ടം നല്ലത് തിരഞ്ഞെടുക്കാനുള്ള സ്മാർട്ട് സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. അക്കാലത്ത് അങ്ങനെ പറഞ്ഞു. അന്നും ഇന്നും ഒരേ നിയമം തന്നെയാണ്. ഫ്രഷ് ഉസ്താദ് ഇത്ര നേരം പറഞ്ഞ പോയിന്റുകളൊക്കെ എനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷേ ഈ ലാസ്റ്റ് ഘട്ടത്തിൽ കൊണ്ടിട്ട് TVയുടെ കേസിൽ പറഞ്ഞത് എനിക്ക് അത്ര അങ്ങോട്ട് ബോധിച്ചില്ല. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, TV പണ്ടത്തെ കാലത്ത് ഒരു ചാനലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു സിനിമ ഇടുള്ളൂ. അന്ന് ദൂരദർശനൊക്കെ അല്ലേ, അതും കണ്ടിരിക്കണം. അതിലെന്ത് വൃത്തികേടും തോന്നിയ ദിവസം കാണിച്ചാൽ അതും കണ്ടിരിക്കേണ്ട ഒരു ഗതികേടെന്ന് പറഞ്ഞ് അതിനങ്ങ് പറയുമ്പോൾ എനിക്ക് യോജിപ്പില്ല. അങ്ങനെയാണെങ്കിൽ TV ഓഫ് ചെയ്തിട്ട് തന്നെ എണീറ്റ് പോകണം. അത്രയും വൃത്തിയുടെ പരിപാടി കാണുന്നുണ്ടെങ്കിൽ TV ഓഫ് ചെയ്യണം. എന്തിന് TV വെച്ചുകൊണ്ടിരിക്കണം? അതിൻ്റെ ആവശ്യമില്ല. TV ഓഫ് ചെയ്യണം. ആ സമയത്ത് ഒരു 10 മിനിറ്റത്തേക്ക് ഓഫ് ചെയ്യണം, പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടിരുന്ന് കാണണം. അതുകൊണ്ട് ഓക്കെയാണ്. ജമീൻ ഷെഫി അവിടെ ഇരുന്നുകൊണ്ട് ഒരു മുസ്ലിംസിനെയും ഒരു ഉസ്താദിനെയും പേരെടുത്ത് പറയുക അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് പറയുക ചെയ്തിട്ടില്ല. കമന്റ് ബോക്സിന്റെ സെക്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കമന്റ് ബോക്സിൽ ഇന്ന ആൾക്കാർ വന്നിട്ട് ആരൊക്കെ എന്തൊക്കെയോ വെളിത്തനം പറയുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. പക്ഷെ ഒരു ഉസ്താദിനെ ഫോക്കസ് ചെയ്തിട്ട് ഉസ്താദുക്കൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഒരു വാക്കും അവിടെ പറയുന്നില്ല, പറഞ്ഞതായിട്ട് ഞാൻ കണ്ടതുമില്ല. അവിടെ ആരെയും ഫോക്കസ് ചെയ്ത് പറഞ്ഞില്ല. പിന്നെ ഉസ്താദുക്കൾ ഏറ്റെടുത്ത് പിടിച്ച് അതിനെ വാല പോലെ എന്ന് വാരി അടിക്കുന്നതുകൊണ്ട് നമുക്കത് ഡൈജസ്റ്റ് ചെയ്യുമല്ല. അവൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടമല്ല, അവൻ കാണിക്കുന്നതെല്ലാം കന്നന്തിരിവുകളാണ്, ഉടായ്പ പരിപാടികളാണ് എന്നൊക്കെ പറഞ്ഞ് എക്സ്പോസ് ചെയ്ത് ചൂണ്ടിക്കാണിച്ചാൽ ഓക്കെയാണ്, ഫൈനാണ്. പക്ഷേ പറയാത്ത കാര്യത്തിലും ചെയ്യാത്ത കാര്യത്തിലും വളച്ചൊടിച്ച് തിരിച്ച് മറിച്ച് കയറി വരുന്നതിൽ എനിക്ക് യോജിപ്പില്ല ഉസ്താദെ. ബാക്കി അതൊക്കെ പോട്ടെ, നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഞങ്ങൾ നിങ്ങളെയൊക്കെ പോലെ ആധുനിക മനുഷ്യരാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും? ഇവരുടെ ഹലാലും ഹറാമും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ സമയം കളയുന്നില്ല. നിങ്ങളെ പോലെ ഞങ്ങൾ ആധുനിക മനുഷ്യരാൻ വേണ്ടി എന്ത് ചെയ്യണം? ഭാര്യ ഗർഭിണിയാകുമ്പോൾ അതറിയാൻ വേണ്ടി പ്രഗ്നൻസി കാർഡിൽ ഇച്ചിരി മൂത്രം ഇറ്റിക്കുക, അതുകൊണ്ട് സോഷ്യൽ മീഡിയ കാണിക്കുക, അതുപോലെ സന്തോഷമാകുക, എന്നിട്ട് ഭാര്യനെ ഇങ്ങനെ കൊഞ്ചിക്കുന്നതിൽ ലാളിക്കുന്നതും മടി കടത്തുന്നതൊക്കെ ഞങ്ങൾ സോഷ്യൽ മീഡിയ ഇടുക. സൗകര്യം ഇല്ലെന്നാണ് പറയാനുള്ളത്. ഭാര്യമാരുമായിട്ടുള്ള ഞങ്ങളുടെ ജീവിതം അത് സ്വകാര്യമായ ജീവിതമാണ്. ഞങ്ങളങ്ങനെ ആ സ്വകാര്യതയിൽ ജീവിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എന്നെ പരസ്യപ്പെടുത്തി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ആ വഴിക്ക് പോയിക്കോണം. അതിന് ബാക്കിയുള്ളവർ പരിഹസിക്കുന്നതിനാണ്. ആരെങ്കിലും ഒറ്റപ്പെട്ട 1-2 ആളുകൾ ഇങ്ങനെ കമന്റ് ബോക്സിൽ മെഴുകുന്നുണ്ടെങ്കിൽ അവരോട് മറുപടി പറയുക. അതിന് കേരളത്തിലുള്ള മുസ്ലിയാക്കന്മാരല്ല ഉത്തരവാദി. നിങ്ങൾ എന്ത് കാണിച്ചാലും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ അത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ് എങ്കിൽ അതിന്റെ ശരിയും തെറ്റും കൃത്യമായി അത് പറഞ്ഞിരിക്കും. അതിന് ഇനി ഹറാമ് ഹലാലും എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചാലും അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് അവരങ്ങനെ മുമ്പ് പറഞ്ഞ് ഇപ്പം ഇങ്ങനെ മാറ്റി പറഞ്ഞ് ഇപ്പം യൂട്യൂബ് ഇടുന്നു അല്ലെങ്കിൽ വീഡിയോ ക്യാമറ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കൊച്ചാക്കിയാലും ശരി, പറയേണ്ടത് ആരുടെ മുഖത്താണെങ്കിലും പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറഞ്ഞിരിക്കും. അതെ, പറയേണ്ടതുപോലെ പറയേണ്ട സമയത്ത് പറയേണ്ടടുത്ത് പറഞ്ഞില്ലെങ്കിൽ പറയേണ്ടതായിട്ടുള്ളതെല്ലാം കൂടി പറയാതെ പോയതുപോലെ പറഞ്ഞുകൊണ്ട് പോകേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് പറയുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മളൊരു പോയിന്റ് നോക്കിയും ചിന്തിച്ചും വേണം പറയാൻ. ഇപ്പൊ ഷമീൻ ഷെഫി അവിടെ വന്നിരുന്നിട്ട് ഒരു ഉസ്താദുക്കളെയും കുറ്റം പറഞ്ഞിട്ടില്ല. അവന്റെ കമന്റ് ബോക്സിൽ ഇങ്ങനെ വരുന്ന TV കാണുന്ന കേസൊക്കെ എന്തൊക്കെയോ അവൻ വിളിച്ച് പറയുന്നുണ്ട്. എന്നും വെച്ചിട്ട് അവൻ പറഞ്ഞതെല്ലാം അങ്ങ് ഇതാണ്, അവൻ മുസ്ലിങ്ങളെ അപമാനിച്ചു എന്നുള്ള രീതിയിലൊന്നും വരുന്നതിൽ എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. ഒരു ബ്ലണ്ടർ രീതി പിടിച്ചതുപോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതല്ലാതെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഉസ്താദ് പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നു, ചിരിക്കുകയും ചെയ്തു. എനിക്കതിൽ പോയിന്റ് തോന്നി. കാരണം നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യയോ ആരെങ്കിലും ഒക്കെ പ്രഗ്നന്റ് ആയെന്ന് വെച്ചിട്ട് തുമ്മിയും തുപ്പിയും തൂറിയും എല്ലായിടത്തും സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിൽ എനിക്ക് യോജിപ്പില്ല. ഞാനത് ചെയ്യത്തുമില്ല. അങ്ങനെയാണ് നമ്മുടെ ഒരു ലെങ്ത്. പക്ഷെ നമ്മുടെ TT ഫാമിലി അല്ലെങ്കിൽ ഫാമിലി വ്ളോഗേഴ്സ് അവരിതൊക്കെയാണ് ചെയ്യുന്നത്. അവരെ കണ്ടന്റേ രീതി ഇതാണ്. പിന്നെ അവർക്ക് നല്ല എമൗണ്ടും കിട്ടും ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ. അതുകൊണ്ട് തന്നെ അവരത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു. നല്ല ഡോളറും
എണ്ണി മേടിക്കുന്നുണ്ട്. അല്ലാത്തവന്മാർ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ ഞാൻ പറയില്ലേ, മനുഷ്യനാണ്, കുറച്ച് ബോധം വേണം. ഇത് ഉമ്മിയും തുപ്പിയും തൂറിയെല്ലാം എടുത്ത് സോഷ്യൽ മീഡിയ ഇടാതിരിക്കുക. പിന്നെ സേവ് ദ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു പരിപാടിയുണ്ട്, അതും നല്ലതാണ്. പക്ഷെ അതിലും വളരെ മോശമായ രീതിയിൽ വൾഗാരിറ്റി നിറഞ്ഞ രീതിയിൽ സേവ് ദ ഡാറ്റ എടുക്കുന്ന ടീംസ് ഉണ്ട്. അത് നമുക്ക് യോജിക്കാൻ പറ്റില്ല, കൂട്ടത്തിൽ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ്. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.